ക്രിസ്മസ് എക്സാം ടഫ് ആയിരിക്കും. ഓണം എക്സാമിന് പഠിച്ച ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് പഠിക്കണം. ഇങ്ങനെയുള്ള കുറെ ഡൗട്ട് എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ? സോ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് മിസ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ മക്കൾ എല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യാം. സോ ഓണം എക്സാം എന്റെ മക്കൾ എല്ലാവരും ഫുൾ കോൺഫിഡൻസോടെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മക്കൾ എല്ലാവരും ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പി. ഓക്കെ, അപ്പൊ ഇനി ഓണം എക്സാമിനെ കുറിച്ച് ആലോചിച്ച് അവിടെ ഇനി മാർക്ക് കുറഞ്ഞു പോയല്ലോ എന്ന് ആലോചിച്ച് എന്റെ മക്കൾ ആരും ഇനി വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. കുറേ പേർക്ക് നല്ല മാർക്ക് ഉണ്ട്, കുറേ പേർക്ക് വേണ്ടത്ര പെർഫോം ചെയ്യാൻ പറ്റാതെ മാർക്ക് കുറഞ്ഞിട്ടുള്ള മക്കളുണ്ട്. അപ്പൊ അവരാരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത എക്സാം നമ്മൾ ഫുൾ അടിപൊളിയായിട്ട് തന്നെ എഴുതും. അപ്പൊ അതിൽ കുറേ പേർക്കുള്ള ഒരു ഡൗട്ടാണ്, നമ്മുടെ ക്രിസ്മസ് എക്സാം ഡിസംബർ ഏകദേശം ഒരു 12-ാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഡേറ്റിൽ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പൊ ഡിസംബർ എന്ന് പറയുമ്പോൾ ഇനി നമ്മുടെ കയ്യിൽ വെറും 2 മാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് കുറേ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഡിസംബർ എക്സാമിന് നമ്മൾ ഓണം എക്സാമിന് പഠിച്ച ചാപ്റ്റേഴ്സ് പഠിക്കണോ അതോ അതില്ലാതെയാണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക? ഈ ഒരു ഡൗട്ട് മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ? മിസ് പറയാണ്, നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ എക്സാമിന് 20% നമ്മുടെ ഈ ഒരു ഓണം എക്സാമിനുള്ള ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതായത് ഓണം എക്സാമിന് മക്കൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്തായാലും ക്രിസ്മസ് എക്സാമിന് പഠിക്കണം. അതിൽ നിന്ന് മക്കൾക്ക് ക്വസ്റ്റ്യൻസ് വരും. സോ ഓണം എക്സാമിന് നമ്മൾ വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുപോലെ ആയിരിക്കില്ല നമ്മുടെ ക്രിസ്മസ് എക്സാം. അതുകൊണ്ട് മിസ്സിന് പറയാൻ പറ്റും നമ്മുടെ ക്രിസ്മസ് എക്സാം ടഫ് ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ മുതൽ തന്നെ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. കാരണം നമ്മുടെ മുന്നിൽ കുറേ സമയം എന്നുള്ള ഒരു ധാരണ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. 2 മാസം. അപ്പൊ ഈ ഒരു 2 മാസം എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു 60 ദിവസമെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു 60 ദിവസത്തിന് നമ്മൾ 24 മണിക്കൂർ ഇരുന്ന് പഠിക്കൂല. അതിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറേ നമ്മൾ ഡെയിലി പഠിക്കാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാറുള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത്രയും ഒത്തിരി സമയവും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു കുറച്ച് സമയം കൊണ്ട് നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ക്ലിയർ ചെയ്യാനുണ്ട്. അതിൽ നിന്ന് പുതിയ പുതിയ ടോപ്പിക്സ് മക്കൾക്ക് പഠിക്കാനുണ്ട്. സോ പുതിയ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്. സോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള സമയവും കാര്യങ്ങളും നമ്മുടെ മുന്നിൽ വേണം. അപ്പൊ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറേ സമയമുണ്ട്. അതുകൊണ്ട് ആ ഒരു സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓണം എക്സാമിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റ് ഒരിക്കലും ആവർത്തിക്കാതിരിക്കുക. അതിൽ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അവസാന സമയത്ത് ഇരുന്ന് പഠിക്കുക. അപ്പൊ അവസാന സമയത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഓടിച്ചിട്ടായിരിക്കും പഠിക്കുക. അപ്പൊ ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചാപ്റ്റർ പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഓർമ്മ ഉണ്ടായിരിക്കില്ല, ഫുൾ എംപ്റ്റി ആയിരിക്കും. അപ്പൊ ആ ഒരു അവസ്ഥ ഇനി ഡിസംബർ എക്സാമിന് വരുത്തരുത്. മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പൊ പുതിയ സ്റ്റുഡൻസ് ആണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കിട്ടും. അതുകൂടാതെ തന്നെ ഇപ്പൊ നമ്മൾ ലൈവ് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ലൈവ് ക്ലാസ്സസ് ഒക്കെ കൃത്യമായിട്ട് കാണുക. ഡെയിലി നല്ല കുട്ടികളായിട്ട് പഠിക്കുക. നിങ്ങൾ എല്ലാവരും മിസ്സിന്റെ നല്ല കുട്ടികളാണെന്ന് മിസ്സിന് അറിയാം. അപ്പൊ എല്ലാവരും ഇനി ഈ ഒരു ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതാൻ റെഡി ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക, യെസ് വി ആർ റെഡി എന്ന് അറിയിക്കുക. അതുകൂടാതെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക.